ഈ പഴകുളം മധു മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടു. മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് വിരോധിയാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം ഇന്ത്യയിൽ ഈ പാർട്ടിക്കുണ്ടായിട്ടുള്ള എല്ലാ അപജയത്തിൻ്റെയും കാരണം കോൺഗ്രസ് എങ്ങനെയെങ്കിലും നശിച്ചു പോകണം, മുടിഞ്ഞു പോകണം എന്നുള്ള വികലമായ ചിന്തയാണ്. 64 ഈ പാർട്ടി രണ്ടായിട്ട് പിളർന്നു. എന്നിട്ട് CPM അന്ന് മുതൽ ചൈനീസ് പക്ഷപാതികളാണ്. 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ഗാന്ധി നേരിട്ട് സമരത്തിന് വിളിച്ചിട്ട് പോലും ആ സമരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാർ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ജർമ്മനിയുടെ പക്ഷം ചേർന്ന് ബ്രിട്ടൻ്റെ നിലപാട് മാറ്റം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടനെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളും പിൻവലിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. ഏറ്റവും വലിയ ചതിയന്മാരാണ്. അവർക്ക് കോൺഗ്രസ് തകരണം, കോൺഗ്രസ് ആണ് ബൂർഷ്വാ പാർട്ടി, അത് പൊളിയണം, തകരണം, അത് തകർന്നാൽ ഇന്ത്യ മോചനം നേടും എന്ന് പറഞ്ഞു വന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വക്താവും ഗുണഭോക്താവുമാണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന വി വിശ്വനാഥ മേനോനാണ് ഇന്ത്യയിലാദ്യം ഒരു പേരും പെരുമയുള്ള നേതാവ് BJP ചേരുന്നത്. വി വിശ്വനാഥ മേനോൻ അറിയാമല്ലോ. അദ്ദേഹം ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമക്കേസിലെ പ്രതിയായിരുന്നു, ഓർക്കണം. അങ്ങനെ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഭൂതകാല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള വിശ്വനാഥ മേനോൻ CPM ചേർന്നു. CPM വിട്ട് BJP ചേർന്നു. എറണാകുളത്ത് പാർലമെന്റിൽ മത്സരിച്ചു. മിണ്ടാട്ടമില്ല. വിശ്വനാഥ മേനോനെ അറിയില്ല പിണറായി വിജയന്. അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനം എന്നൊരാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് കുളിപ്പിച്ചൊരുക്കി ഒരു ബ്യൂറോക്രാറ്റിനെ പഠിപ്പിച്ച് മിടുക്കനാക്കി രാഷ്ട്രീയക്കാരനാക്കിയിട്ട് MLA ആക്കിയിട്ട് നേരെ BJPക്ക് കൊടുത്തു. BJP അയാളെ കേന്ദ്രമന്ത്രിയാക്കി. തിരിച്ചു വന്നപ്പോൾ BJPക്കാരനായ കേന്ദ്രമന്ത്രിക്ക് വിരുന്ന് കൊടുത്ത ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ശ്രീ CK പത്മനാഭൻ ഉൾപ്പെടെ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, BJP പോയി. എത്രയോ പേർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPM പോയിരിക്കുന്നു. എത്രയോ പേരെ അവർ ദാനം കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് അവർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരു വലിയ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് നേതാക്കന്മാർ തന്നെയുണ്ട് ഇന്ത്യയെമ്പാടും. അതിൽ കുറച്ചുപേർ ഈ അടുത്ത സമയത്ത് BJPയുടെ കോൺഗ്രസ് വിരുദ്ധത ഇവർ കാണിക്കുന്ന അതേ മോഡലിൽ ആ കോൺഗ്രസ് വിരുദ്ധത മൂലം കുറേ ആൾക്കാർ BJPയുടെ ഭീഷണിക്ക് വശമതരായി, BJPയുടെ ആ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിൽ കുടുങ്ങി, ചില കേസുകൾ കുത്തിപ്പൊക്കി അവരുടെ സ്വത്തന്വേഷണത്തിലേക്ക് വരുത്തി കുറേ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. സത്യമാണ്, ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസും പാർട്ടി നേതാക്കന്മാരും പാർട്ടി അക്കൗണ്ടും ഒന്നുപോലെ കടലൊഴുക്കും പോലെ കൊണ്ടുപോയി ചേർത്തത് BJPയിലാണ്. അവസാനം പോയ ആൾ ജ്യോതിർമയി സിക്തറാണ്. എത്രയോ പേർ പോയിരിക്കുന്നു. ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടലെടുത്തുകൊണ്ട് പോയി. എങ്ങോട്ടാണ് പോയത്? BJPയിലേക്ക്. ഉളുപ്പില്ലായ്മയാണ് CPM നേതാക്കന്മാരുടെ ഒരു മുഖമുദ്ര. അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോൾ ആരാണ് പോയത് തിരുവനന്തപുരത്ത്? ഒരാളുടെ പേര് ഇപ്പോൾ അദ്ദേഹം ആരായിരുന്നു? ഇവരാരെല്ലാമാണ്? രമേശ് ചെന്നിത്തല, K മുരളീധരൻ, K സുധാകരൻ എല്ലാം BJP പോകുന്നതല്ല പറഞ്ഞത്. ഏത് CPM പാർട്ടിയുടെ നുണപ്രചരണം കേരളത്തിൽ BJPക്ക് ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാൻ 1967 ജനസംഘത്തിൻ്റെ പിന്തുണയോടെ സഹായത്തോടെ കേരളത്തിൽ ആദ്യ MLA ആയ പിണറായി വിജയന് ഒരു BJP ഭക്തിയുണ്ട്, RSS സ്നേഹമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. KG മാരാർ ഇലക്ഷൻ ആദ്യം മത്സരിക്കുമ്പോൾ KG മാരാരുടെ ചീഫ് ഏജന്റ് ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനെ വളർത്തുന്നതും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1989 VP സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന BJPയെ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാക്കി വളർത്തിക്കൊണ്ട് വന്നത് EMSന്റെയും ഹർകിഷൻ സിംഗ് സൂർജിത്തിന്റെയും ഒക്കെ അടക്കമുള്ള LK അദ്വാനി, വാജ്പേയി തുടങ്ങിയവരുള്ള അത്താഴ വിരുന്നും സഹയാത്രകളും കൂടിച്ചേരലുമായി. ആയിക്കോട്ടെ. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ